ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. മക്കളെപ്പോഴും പരീക്ഷ കഴിഞ്ഞ ശേഷം നമ്മളോട് എല്ലാവരോടും സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ്, സാറേ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു, ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്നത്, പക്ഷേ എഴുതുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തൊക്കെയോ ഡിഫിക്കൽറ്റികൾ ഫേസ് ചെയ്തു, പല കാര്യങ്ങളും ഞങ്ങൾ എഴുതാൻ മറന്നുപോയി. പക്ഷേ പരീക്ഷ ഹാളിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോന്ന ശേഷം ഈ കാര്യങ്ങളെല്ലാം നല്ല ഓർമ്മയിൽ വന്നു. ഇപ്പോൾ പേപ്പർ കിട്ടിയ ശേഷവും എനിക്ക് എഴുതാൻ മതിയായിരുന്നു എന്ന് തോന്നുന്ന ഒരു രീതിയിലേക്ക് ഞാൻ എത്തി എന്നുള്ളത് ഇത് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോടാ? അതിന് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ അതിനെ കണക്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, എവിടുന്നൊക്കെയോ കേട്ടിട്ടുണ്ട്, ഏതൊക്കെയോ കേട്ട് വെച്ച ആ ഒരു കാര്യത്തെ കൊണ്ടുപോയിട്ട് എഴുതാൻ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഡിഫിക്കൽറ്റിയാണത്. അത് ഇല്ലാതാക്കാൻ നിങ്ങൾ പരീക്ഷയുടെ തലേ ദിവസം ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. ആദ്യം മുതൽ തന്നെ നിങ്ങൾ കൃത്യമായ ഒരു ഷെഡ്യൂളോട് കൂടെ പഠിക്കണമെന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യുക? ഇനി നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ NMMS എക്സാമിനേഷൻ വരുന്നുണ്ട്, കൂടാതെ തന്നെ ക്രിസ്മസ് എക്സാമിനേഷനും വരുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിലേക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, നിങ്ങൾ ഇപ്പോൾ തുടങ്ങുന്ന സമയത്ത്, ഓരോ ചാപ്റ്റേഴ്സുകളും പഠിക്കുന്ന, റെഫർ ചെയ്യുന്ന സമയത്ത് അതിനെ നിങ്ങൾ കൃത്യമായി കണക്ട് ചെയ്തേക്കണം. നിങ്ങൾ മറന്നു പോകുന്ന പ്രശ്നമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് നോട്ടുകൾ ഇപ്പോൾ മുതൽ തന്നെ എഴുതി തുടങ്ങണം. ഷോർട്ട് നോട്ടുകൾ ഒരിക്കലും പരീക്ഷയുടെ തലേ ദിവസം എഴുതിയാൽ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാവുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്ന സമയത്ത്, ഓരോ ലൈവുകളും കാണുന്ന സമയത്ത്, ഓരോ സബ്ജക്റ്റുകളുടെയും ഹോംവർക്കുകളെല്ലാം ചെയ്യുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഒരു ഷോർട്ട് നോട്ടിന് കൃത്യമായിട്ട് ഒന്ന് അസൈൻ ചെയ്ത് വെച്ചേക്കാം. ഷോർട്ട് നോട്ടുകൾ എങ്ങനെ എഴുതേണ്ടത് തുടങ്ങിയിട്ടുള്ള വീഡിയോകളെല്ലാം നമ്മൾ ഈ ഒരു ചാനൽ മുമ്പേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെ നിങ്ങൾ ഒന്ന് നോക്കിയാൽ മാത്രം മതി. സോ ഷോർട്ട് നോട്ടുകൾ എഴുതാൻ മറക്കരുത്, കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണാൻ മറക്കരുത്, കൃത്യമായി പഠിക്കാൻ മറക്കരുത്. പക്ഷേ എവിടുന്ന് പഠിക്കും ഇനിയുള്ള ദിവസങ്ങൾ? ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മക്കൾ ഫേസ് ചെയ്യാൻ ഡിഫിക്കൽറ്റിയുള്ള ഒരു ദിവസങ്ങൾ തന്നെയാണ് വരുന്നത്. കാരണം ആർട്സ് വരുന്നു, സ്പോർട്സ് വരുന്നു, പ്രോഗ്രാംസുകൾ വരുന്നു. ഇതെല്ലാം തന്നെ നിങ്ങൾ നിറഞ്ഞാടുന്ന സമയത്ത് സ്കൂളിൽ ക്ലാസ്സുകൾ കഴിയുന്നത്, സ്കൂളിൽ ചാപ്റ്റേഴ്സുകൾ കഴിയുന്നത് പലപ്പോഴും മക്കൾ അറിയാതെ ആയിരിക്കുമെന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള മക്കൾക്കെല്ലാമുള്ള ഏറ്റവും നല്ല അവസരമാണ് സൈലത്തിൻ്റെ യോദ്ധ ബാച്ച് എന്ന് പറയുന്നത്. യോദ്ധ ബാച്ച് ഇപ്പം നമ്മുടെ അഡ്മിഷൻ വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ ഓണം എക്സാമിനേഷനിൽ മാർക്ക് കുറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും കൂടെ ബെറ്ററായിട്ട് ഇനിയും പെർഫോം ചെയ്യണമെന്നെല്ലാം ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ യോദ്ധ ബാച്ച് എന്ന് പറയുന്നത്. സോ ജോയിൻ ചെയ്യാത്ത മക്കളെല്ലാം താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്തോടാം മക്കളെ. യോദ്ധ ബാച്ചിൽ നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് പഠിക്കാം.